നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ടോപ്പിക് പ്രത്യേകിച്ചും ഞാൻ പാരൻസിനെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഉദ്ദേശിച്ചാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ പഠന രീതി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏത് രീതിയാണ് നമ്മുടെ കുട്ടികൾക്ക് യോജിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അവരെ പഠിപ്പിക്കാമല്ലോ. അത് പഠിക്കുന്നതോടൊപ്പം അവർക്കത് എന്താ പറയുക, പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും, കൂടുതൽ രസകരമാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബ്രെയിൻ നമുക്ക് ചുറ്റുമുള്ള അറിവിനെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്? പ്രധാനമായും മൂന്ന് തരത്തിലാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ കണ്ടു മനസ്സിലാക്കുന്നവർ, അതായത് വിഷ്വൽ ലേണേഴ്സ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ കേട്ട് മനസ്സിലാക്കുന്നവർ, ഓഡിറ്ററി ലേണേഴ്സ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റിലൂടെ അല്ലെങ്കിൽ അതിനെ ഡെമോൺസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്ന ആളുകളാണ് കിനസ്തെറ്റിക് ലേണേഴ്സ്. അങ്ങനെ മൂന്ന് ഡോമിനന്റ് ലേണിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് വിഷ്വൽ ലേണേഴ്സ് ആണ്. കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കുന്നവർ. അത് ചിലപ്പം ഒരു ദൃശ്യമാവാം, അല്ലെങ്കിൽ ചിത്രമാവാം, അല്ലെങ്കിൽ വീഡിയോസ് ആവാം, ആനിമേഷൻസ് ആവാം, ചാർട്ടുകളാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പം കണ്ട കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് കൂടുതലായിട്ട് ഓർമ്മയുണ്ടാകുന്നത്. കൂടുതൽ ലെക്ചറുകളോ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളൊന്നും അവർക്ക് അത്രയും അവരുടെ മൈൻഡിൽ നിൽക്കണമെന്നില്ല. പിന്നെ ചിലപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് പേജ് നമ്പറൊക്കെ ഓർമ്മയുണ്ടാവും. പേജ് നമ്പറിൽ അതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ്, അതിൻ്റെ താഴെയുള്ള എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ അങ്ങനെ അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും നമ്മൾ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാന്ന് വെച്ചാൽ അത് കണ്ടിട്ടുണ്ട് എന്നായിരിക്കും കൂടുതൽ ആൻസർ ഉണ്ടാവുക. പിന്നെ അവരെന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ കൂടുതൽ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും ശ്രമിക്കുക. വരച്ച് ഡയഗ്രാം വരച്ച് മാപ്പ് വരച്ചൊക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവരുടെക്കാരുടെ ബുക്ക് നമ്മൾ നോക്കുമ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു പൂവിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിത്രമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ നല്ല എന്താ പറയുക കോളംസ് ഒക്കെ വരച്ചൊക്കെ ബുക്കൊക്കെ വളരെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചതായിട്ട് ചിലപ്പോൾ ഇവരുടെ ബുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവരെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഇത്ര കുട്ടികളെ പഠിപ്പിക്കാൻ ശരിക്കും ഫ്ലാഷ് കാർഡൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെയോ ഒക്കെ പഠിപ്പിക്കുമ്പം ചിത്രങ്ങൾ കാണിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ അവർക്കത് മനസ്സിലാവാൻ നല്ലതാണ്. പിന്നെ നമുക്ക് വലിയ കുട്ടികൾക്കാണെങ്കിൽ ചാർട്ട്, ഡയഗ്രാം, വലിയൊരു ടോപ്പിക് ആണെങ്കിൽ അതിനെ ചെറുതാക്കി ഒരു ചാർട്ട് രൂപത്തിലോ ഒരു ഡയഗ്രാം ആയിട്ടോ ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് വീഡിയോസ്, ആനിമേഷൻസ് ഒക്കെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയുള്ളതാണ്. അവരത് കൂടുതൽ കണ്ടു മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കാം. പിന്നെ നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവും. ചെറിയ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ബുള്ളറ്റിംഗ് ചെയ്യുക, നമ്പറിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു പൂ വരച്ചിട്ട് ഒരു പോയിന്റ് എഴുതുക. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ നോട്ട്സ് നല്ല വൃത്തിയായിട്ട് നോട്ട്സ് തയ്യാറാക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ പേരിനേക്കാളും കൂടുതൽ മുഖമായിരിക്കും അവരെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരിക. അപ്പം അതേപോലെ തന്നെ വഴികൾ, ഒരു പോയ സ്ഥലങ്ങളൊക്കെ അവർ പെട്ടെന്ന് ഓർത്ത് വയ്ക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരിക്കും. കഥകളും അങ്ങനത്തെ ചിത്രകഥകളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നല്ല ഇഷ്ടത്തിൽ ഉണ്ടായിരിക്കും. കഥ കേൾക്കുന്നേക്കാളും കൂടുതൽ അവർ വായിച്ച് മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുക. പിന്നെ കൂടാതെ അവർക്ക് പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ജിക്സോ പസിലൊക്കെ പോലെ അങ്ങനെയുള്ളത്. പിന്നെ വഴി കാണിക്കുക, പിന്നെ തെറ്റ് കണ്ടുപിടിക്കുക, സ്പോട്ട് ദ ഡിഫറൻസ്, അങ്ങനെയുള്ള പസിൽസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഇതിൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. പിന്നെ വീഡിയോ ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പെയിന്റിങ്ങില്, ഡ്രോയിങ്ങില്, കളേഴ്സിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചുമരിലൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വരച്ച് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പിക്ചേഴ്സ് കാണുമ്പോൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുക, പിക്ചേഴ്സിൽ ബുക്ക് സെലക്ട് ചെയ്യുക, പിന്നെ TV ഷോസ് കാണുക, കാർട്ടൂൺസ് കാണുക,
പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വൈബ്രന്റ് കളേഴ്സ് ഇഷ്ടപ്പെടുക, അങ്ങനെയുള്ള പാറ്റേൺസ് ഇഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ. ഡ്രസ്സിന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിനോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പിന്നെ ടോയ്സ്, അതിനോടൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ മിക്കവാറും ഈ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കാൻ ഒരു ടൂൾ കൂടെ ഉണ്ട്. ഈ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അവരൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അവർ മിക്കവാറും അവരുടെ ഐബോൾസ് മേലോട്ട് നോക്കിയിട്ടാണ് സംസാരിക്കുക. അവർ ഓർക്കുന്ന പോലെയാണ്, ഏതോ ഒരു മെമ്മറൈസ് ചെയ്യുന്ന പോലെ, വിഷ്വൽ കാണുന്ന പോലെയാണ് അവരത് മെമ്മറൈസ് ചെയ്യുക. എപ്പോഴും ഐബോൾസ് ഇങ്ങനെ മേലോട്ടായിരിക്കും. ഇവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ ഈ കുട്ടി ഒരു വിഷ്വൽ ലേണർ ആവാം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഓഡിറ്ററി ലേണേഴ്സ് ആണ്. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ നല്ല ലിസണേഴ്സ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടികളായിരിക്കും. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എക്സാമിൽ കേട്ടത്, ആ കേട്ട ഒരു ഇതിൽ തന്നെ എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. ഇപ്പം ചിലപ്പോൾ വായിച്ചൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് അവർ പരീക്ഷയിലൊക്കെ അവർക്ക് എഴുതാൻ സാധിക്കും. പിന്നെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നല്ല വാക്കുകൾ, പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ചിലപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ടോക്കറ്റീവുമായിരിക്കും, നന്നായി സംസാരിക്കും ഇങ്ങനത്തെ കുട്ടികൾ. ചിലപ്പം അവർക്കിഷ്ടം ഉറക്കെ കാര്യങ്ങൾ പറയാൻ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ എന്താ പറയാ, എന്തെങ്കിലും വീട്ടിലെ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാനും, വീട്ടിലിങ്ങനെ തറുതല പറയുക, അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളും, പുതിയ വാക്ക് പഠിക്കുക, അതിലൊക്കെ അവർ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. പിന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടം പാട്ട് കേൾക്കുക, കഥ പറയുക, പിന്നെ അങ്ങനെ കുറച്ച് നല്ല വാക്കുകൾ സംസാരിക്കുക. അപ്പം ഒരു ഓഡിറ്ററി മെമ്മറി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ചിലപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്നത് ചില ഈണത്തിലും താളത്തിലൊക്കെ കോഡൊക്കെ ഉണ്ടാക്കുമ്പം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവര്. പിന്നെ ചിലപ്പോൾ അവർക്ക് ബോർഡിലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കണ്ണടച്ചൊക്കെ കേൾക്കും, അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടാവും, കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് തോന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന്, പക്ഷെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും. പിന്നെ വളരെ എന്താ പറയുക, റിതമിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാവും, ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളാണ് ഉറക്കെ വായിച്ച് പഠിക്കാൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർ റൂമിലിരുന്ന് ഉറക്കെ വായിക്കാനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യും. ചിലപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, സെൽഫ് ടോക്ക് ഉണ്ടാവും. പിന്നെ പഠിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള സൗണ്ട്, ടിവിയുടെ സൗണ്ട്, അതൊക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കുകയാണ് അവർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ലൗഡ് അറ്റ്മോസ്ഫിയറിൽ അവർക്ക് പഠിക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. പിന്നെ പക്ഷെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടീസ് വായിക്കുക, ബോർഡ് വായിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ വേർബൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അവർക്ക് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ അങ്ങനത്തെ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും, പാരൻസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പറഞ്ഞിരുന്ന കുട്ടികളൊക്കെ മിക്കവാറും ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും. പിന്നെ അവർക്ക് പാട്ട് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പാട്ട് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഈ ഒരു എന്താ പറയാ, ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ആൻസർ പറയുന്നതൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെല്ലിംഗ് ബീ കോമ്പറ്റീഷനൊക്കെ ഇല്ലേ, അതുപോലത്തെ സ്പെല്ലിങ് പഠിക്കാം. പിന്നെ ആനിമൽസിന്റെ സൗണ്ട്, ഏതാ ആനിമലാണ്, സൗണ്ട് കേട്ടിട്ട് അത് മാച്ച് ചെയ്യുന്ന ആനിമൽസ് ഏതാന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള മ്യൂസിക്കൽ ചെയർ. അപ്പൊ അവർക്ക് ആ ഒരു സ്കില്ല് ഭയങ്കര കൂടുതലായിരിക്കും. ആ മ്യൂസിക് കേട്ട് എന്താണോ ഇൻസ്ട്രക്ഷൻ അത് ഫോളോ ചെയ്യാൻ അവർക്ക് ഭയങ്കര സ്കില്ല് കൂടുതലായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിംസ്, ക്വിസസ്, പിന്നെ അന്താക്ഷരി, എന്തെങ്കിലും ക്ലൂ തന്നിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അതൊക്കെ അവർ വളരെ സ്കിൽഡ് ആയിരിക്കും. കടങ്കഥ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഈ ചെവിയുടെ ഭാഗത്തേക്ക്, സൈഡിലേക്കായിരിക്കും കണ്ണിന്റെ ഡിറക്ഷൻ വരുന്നത്. കണ്ണിന്റെ കൃഷ്ണമണി എപ്പോഴും ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അവർ മെമ്മറൈസ് ചെയ്യുമ്പോൾ സൈഡിലേക്കായിരിക്കും മിക്കവാറും നോക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഓഡിറ്ററി ലേണറിനെ കണ്ടുപിടിക്കാം. അപ്പൊ മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കിനസ്തെറ്റിക് ലേണേഴ്സ് ആണ്.
കിനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ലെക്ചേഴ്സ്, ലോങ് ലെക്ചേഴ്സ്, വലിയ വലിയ ക്ലാസ്സുകളോടൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കുക, അത് ചെയ്തു നോക്കുക, അത് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിന് റോള് പ്ലേ ചെയ്യുക, അതിനോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അവർക്ക് കുറച്ചു നേരം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ ഫോക്കസ് വേഗം തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഒക്കെ വേണ്ടിവരും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ലോങ് സിറ്റിങ്ങിലൊന്നും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. കുറേ നേരം ഇരിക്കുക അതൊന്നും അവർക്ക് പറ്റില്ല. അവർ കയ്യിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ വെച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഓടി കളിക്കാനൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. പിന്നെ കൂടാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തൊട്ട് നോക്കുക, അത് വന്നു നോക്കുക, അതിന് ചുറ്റും നടന്നു നോക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഒരു ടാസ്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ചെയ്യുന്നത് അവരായിരിക്കും. അതിനുവേണ്ടി ആരാണ് ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ അവരായിരിക്കും അതിന് ആൻസർ ചെയ്യുന്നത്. പിന്നെ അവർക്ക് ക്ലാസ്സിൽ എങ്ങനെ കുറേ നേരം ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണ്ട വരും. കാരണം അവർക്ക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും. ആക്ടിവിറ്റീസിലായിരിക്കും അവർ എനർജി ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ താല്പര്യമുണ്ട്. പഠനക്കളരികൾ, അതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും റോൾ പ്ലേ ചെയ്യുന്നത്, ഇപ്പം ഡ്രാമ, സ്കിറ്റ്, അതിലൊക്കെ ഓരോ റോൾ പ്ലേ ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ എന്തെങ്കിലും സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്, എന്തെങ്കിലും ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക, അതിനൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർക്ക് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പോർട്സ്, ഡ്രാമ, ക്രാഫ്റ്റ് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാനും, കുക്കിങ്ങിൽ അങ്ങനെയുള്ളൊക്കെ കാര്യത്തിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കുട്ടികൾ ക്ലേ കൊണ്ടുള്ള കുറേ ആക്ടിവിറ്റീസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ക്ലേ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതേപോലെ തന്നെ കടലാസ് മടക്കിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പിന്നെ ടൂൾസ് ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്തരക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെന്ന് വെച്ചാൽ അവരെ നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ സമ്മതിക്കണം. നടന്ന് വായിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ നടന്നുകൊണ്ടായിരിക്കും. ഒരു സ്ഥലത്ത് ഇരുന്ന് വായിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ബുക്ക് എടുത്ത് നടന്നൊക്കെ ആയിരിക്കും വായിക്കാം. അതായത് മൂവ്മെന്റ്സ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൈകൊണ്ടൊക്കെ അവരിങ്ങനെ ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഫീൽഡ് വിസിറ്റ് ചെയ്യുക, ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പോവുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ മോഡലിങ്, എന്തെങ്കിലുമൊക്കെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ മിക്കവാറും താഴോട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കിനസ്തെറ്റിക് ലേണേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കും. ലേണിംഗ് സ്റ്റൈലിന്റെ പ്രാധാന്യം എന്താണ്? കുട്ടികളുടെ പഠന രീതി ചിട്ടപ്പെടുത്തുന്നതിന് ലേണിംഗ് സ്റ്റൈൽസ് അറിയുന്നത് ഒരുപാട് സഹായിക്കും. അവർ ഏത് ടൈപ്പ് ഓഫ് ലേണർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ അവരെ പഠനം നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കും. ഒരു വിഷ്വൽ ലേണർ ആണെങ്കിൽ കൂടുതൽ കളേഴ്സ്, കൂടുതൽ വിഷ്വൽസ്, ഡയഗ്രംസ്, ഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാകും. ഒരു ഓഡിറ്ററി ലേണർ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഓഡിയോസ് ഉള്ള വോയിസ് ക്ലിപ്സ്, അതിൽ ഉച്ചത്തിൽ വായിക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഡിസ്കഷൻസ്, പിന്നെ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ അവരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കിനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിൽ ഇതേപോലെ തന്നെ കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് അവർക്ക് മോഡലൊക്കെ ഉണ്ടാക്കി അവർ പഠിക്കുകയാണെങ്കിൽ അതും അവരുടെ മെമ്മറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ ലേണിംഗ് വളരെ എളുപ്പമാകും, അവരുടെ പഠനം കൂടുതൽ രസകരമാകും. അവർക്ക് ഈ പഠനം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബാധ്യതയോ ഒരു ഭാരവും ആവില്ല. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആവില്ല. അവർ രസിച്ച് പഠിക്കാൻ തുടങ്ങും. കൂടുതൽ അറിവുകൾ നേടാൻ അവരെ ഇതിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.